നമസ്കാരം പ്രിയമുള്ളവരെ, ആസാദിയുടെ ഗ്ലോബൽ ന്യൂസ് ഡെസ്കിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. ജബൽപൂരിൽ ബാർഗി ഡാമിലുണ്ടായ അപകടവുമായുള്ള ബന്ധത്തിൽ നമ്മൾ ഒരു പാഠഭേദം ചെയ്തിരുന്നു. അതായത് മാധുരി മസീഹ് എന്ന് പറയുന്നൊരു മാതാവും മറീന മസീഹ് എന്ന് പറയുന്ന മകളും കൊച്ചുമകനും ഒക്കെ മരണപ്പെട്ട ഒരു വാർത്തയാണ് നമ്മൾ പാഠഭേദത്തിൽ ഉൾപ്പെടുത്തിയിരുന്നത്. ആ പാഠഭേദം ചെയ്തതിന് ശേഷം നമുക്ക് കിട്ടിയ ചില പുതിയ വിവരങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു വാർത്തയാണ് ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ ചെയ്യുന്നത്. മരിച്ച മറീന എന്ന് പറയുന്ന സഹോദരി തൻ്റെ കുഞ്ഞിനെ ചേർത്ത് പിടിച്ചിരിക്കുന്ന വിധത്തിലുള്ള ഒരു ഫോട്ടോ ഉത്തരേന്ത്യയിൽ മാധ്യമങ്ങളിലൂടെ അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ ഒത്തിരി വൈറലായി തീരുവാനിടയായിത്തീർന്നു. അമ്മയുടെ സ്നേഹത്തെ എടുത്തു പറയുന്ന ഒരു ചിത്രമായിട്ടാണ് ആളുകൾ അതിനെ പ്രചരിപ്പിച്ചത്. എന്നാൽ ആ ചിത്രം ഈ പറഞ്ഞതുപോലെ AI വഴിയോ മറ്റോ ഉണ്ടാക്കിയ ചിത്രമാണെന്ന് പറയപ്പെടുന്നു. എന്താണെങ്കിലും ഈ ചിത്രം എത്രമാത്രം ശരിയാണ് എന്നുള്ളതിനെക്കുറിച്ച് ചർച്ച നടക്കുമ്പോൾ തന്നെ ആ സംഭവം വളരെ വസ്തുതാപരമായി ശരിയായ സംഭവമാണ്. കാരണം NDTV പോലെയുള്ള ന്യൂസ് ചാനലുകളിലൊക്കെ ഈ വാർത്ത നേരത്തെ തന്നെ വരുവാനിടയായി തീർന്നു. പ്രത്യേകിച്ചും NDTVയുടെ ചാനൽ വാർത്തയിൽ അവർ പറയുന്നത് അല്പം കൂടെ വിശദമായിട്ട് ഈ അമ്മ കുഞ്ഞ് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി അമ്മയുടെ ആ ഒരു ലൈഫ് ജാക്കറ്റിൻ്റെ അകത്ത് തന്നെ കുഞ്ഞിനെ ചേർത്ത് അവർ രണ്ടുപേരും ഒരുമിച്ചാണ് ആ ലൈഫ് ജാക്കറ്റ് ധരിച്ചിരുന്നത്. അതുകൊണ്ടാണ് അമ്മയുടെ കയ്യിൽ നിന്ന് കുഞ്ഞ് വേർപെട്ടു പോകാഞ്ഞത് എന്ന് NDTV റിപ്പോർട്ട് ചെയ്യുന്നു. NDTVയുടെ വാർത്താക്കുറിപ്പിലും ഈ പൈതൽ അമ്മയോട് ചേർന്ന് ആലിംഗനബദ്ധരായിട്ടുള്ള ഒരവസ്ഥയിലാണ് ഇവരുടെ ബോഡി കിട്ടിയത് എന്ന് പറയുന്നത്. NDTV പ്രസിദ്ധീകരിച്ച ഒരു ചിത്രം ഞാൻ ഇതിനോടൊപ്പം കാണിക്കുന്നു. ഇത് NDTVയിൽ വന്ന ഒരു ചിത്രമാണ്. എനിക്കൊന്ന് ഈ NDTVയിൽ നിന്നും അതുപോലെയൊക്കെ തന്നെ ഈ ഡെഡ് ബോഡി റിക്കവർ ചെയ്ത ശേഷം അമ്മയും കുഞ്ഞും ഒന്നിച്ച് ചേർന്ന് കിടക്കുന്ന ആ ചിത്രങ്ങൾ ആരോ മോഡിഫൈ ചെയ്ത് എടുത്ത ഒരു ചിത്രമാണ് വൈറലായി തീർന്ന നമ്മൾ നേരത്തെ പാഠഭേദത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ചിത്രം. എന്താണെങ്കിലും ചിത്രം എത്രമാത്രം ശരിയാണെന്നുള്ളതിനെക്കുറിച്ച് ചോദ്യങ്ങൾ വരുന്നതിനോടൊപ്പം തന്നെ ഈ പറയുന്ന വാർത്ത വളരെ സത്യമായ ഒരു നടന്ന സംഭവം തന്നെയാണ് എന്ന് നമുക്ക് വ്യക്തതയോടുകൂടെ മനസ്സിലാക്കുവാൻ കഴിയും. ഞാൻ ഈ വിഷയത്തെ സംബന്ധിച്ച് എനിക്ക് വിവരങ്ങൾ ലഭിച്ച ചില ദേവദാസന്മാരുമായിട്ട് സംസാരിക്കുവാൻ ഇടയായി തീർന്നു. അതുപോലെ തന്നെ ഈ ഫ്യൂണറലിൽ പങ്കെടുത്ത, അതായത് ഈ അമ്മയുടെയും കുഞ്ഞിൻ്റെയും ഒക്കെ ഫ്യൂണറൽ ഇന്ന് നടന്നു. ആ ഫ്യൂണറലിൽ പങ്കെടുത്ത ഒരു ദേവദാസനുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഇടയായി തീർന്നു. ഉത്തരാഖണ്ഡിൽ കർത്താവിൻ്റെ വേലയിലായിരിക്കുന്ന കർത്താവിദാസൻ പാസ്റ്റർ വിൽസൺ ജോൺ കമ്മ്യൂണിക്കേറ്റ് ചെയ്തതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കുവാൻ ഇടയായി തീർന്ന സംഗതി, ഈ മരിച്ചുപോയ മറീനായുടെ സഹോദരൻ അസംബ്ലീസ് ഓഫ് ഗോഡ് ചർച്ചിലെ ഒരു ഓർഡൈൻഡ് പാസ്റ്ററാണ്. ആ കുടുംബത്തിലാണ് ഈ ഒരു സങ്കടകരമായ അവസ്ഥയുണ്ടായത്. ഇന്ന് ആ ഫ്യൂണറൽ കഴിഞ്ഞു. എനിക്ക് വിൽസൺ ജോസ് പാസ്റ്റർ ഒരു വോയിസ് മെസ്സേജ് ഇട്ടിട്ടുണ്ട്. ആ വോയിസ് മെസ്സേജ് പ്രേക്ഷകരെ ഞാൻ ഈ വീഡിയോടൊപ്പം കേൾപ്പിക്കാം. തീർച്ചയായും പാസ്റ്ററെ, ഇപ്പോൾ ഫ്യൂണറൽ സർവീസ് കഴിഞ്ഞു. ഇത് നമ്മുടെ ഒരു പാസ്റ്ററായിരുന്നു. അസംബ്ലീസ് ഓഫ് ഗോഡിലെ ഒരു ഓർഡൈൻഡ് പാസ്റ്ററാണ് ഉത്തരാഖണ്ഡിൽ. അദ്ദേഹത്തിൻ്റെ അമ്മയും അദ്ദേഹത്തിൻ്റെ സഹോദരിയും സഹോദരിയുടെ കുഞ്ഞുമാണ് മരിച്ചു പോയത്. മിനിഞ്ഞാന്ന് മധ്യപ്രദേശിലെ ജബൽപൂരിൽ ഒരു ഡാമിൽ ഇവർ കറങ്ങാൻ പോയതാണ്. അവൻ പെട്ടെന്ന് കാറ്റും മഴയും കൂടുതലായി ഈ ബോട്ട് ക്യാപ്സൈസ്ഡായി. അതിനകത്ത് അത് കുഞ്ഞിനെ രക്ഷിക്കാനുള്ളതിൽ ഈ ബോട്ട് മറിഞ്ഞപ്പോൾ അവരുടെ അതിനകത്തായിപ്പോയി, കുടുങ്ങി വെളി വരാൻ പറ്റിയില്ല. അപ്പനും അതുപോലെ തന്നെ പുള്ളിക്കാരുടെ ഭർത്താവും മൂത്ത മോളും രക്ഷപ്പെട്ടു. ഞാൻ അതിൻ്റെ വീഡിയോസ് എല്ലാം അയച്ചു തരാം. അതുപോലെ തന്നെ ഉത്തരേന്ത്യയിലെ പല മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത വാർത്തകൾ നമ്മൾ കാണുവാനിടയായി തീർന്നു. വളരെ സങ്കടകരമാകുന്ന ഒരു സംഭവമാണ് ഉണ്ടായത്. ഏതാണ്ട് 74 km/h സ്പീഡിൽ അടിച്ച കാറ്റിൽ ഈ തടാകത്തിൽ അല്ലെങ്കിൽ ഈ ഡാമിൻ്റെ അകത്ത് വെള്ളം ഉയരുകയും ബോട്ട് മറിയുകയുമാണ് ചെയ്തത്. വലിയൊരു തിരമാല പോലെയുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടായി. വലിയ കാറ്റടിച്ചതാണ് കാരണമായി തീർന്നത്. കുഞ്ഞിൻ്റെ പിതാവ് മറീനയുടെ ഹസ്ബൻഡ് രക്ഷപ്പെട്ടു.
അതുപോലെ തന്നെ മൂത്ത മകൾ സിയ എന്നാണ് മകളുടെ പേര്. അവളും രക്ഷപ്പെട്ടതായിട്ട് നമുക്ക് മാധ്യമങ്ങളിലൂടെ അറിവാനിടയായി തീർന്നു. ഇത്രയുമൊക്കെയാണ് നമുക്ക് നേരത്തെ പറഞ്ഞ പാഠഭേദത്തിൽ നിന്ന് വ്യത്യസ്തമാകുന്ന അല്പം കൂടെ ഡീറ്റെയിൽഡ് ആകുന്ന വാർത്തകൾ നമുക്ക് ലയിപ്പാൻ ഇടയായി തീർന്നത്. ഫ്യൂണറലിൻ്റെ ഒരു ചെറിയ ചിത്രവും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഈ ചിത്രങ്ങളാണ് നിങ്ങളോടൊപ്പം പങ്കുവെക്കുന്നത്. കൂടുതൽ വാർത്തകൾ നമ്മുടെ അടുക്കലെത്തിയപ്പോൾ പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കണമെന്ന ഉദ്ദേശത്തോടു കൂടിയാണ് രണ്ടാമത് ഇങ്ങനൊരു വീഡിയോ നമ്മുടെ ന്യൂസ് ബുള്ളറ്റിനിൽ നമ്മൾ ഉൾക്കൊള്ളിച്ചത്. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ. ഹാവ് എ വണ്ടർഫുൾ ടൈം.